സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാവശ്യങ്ങളിൽ നിന്ന് മാറിക്കളയണം. ഒരൊറ്റ അനാവശ്യത്തിലേക്കും സമയം ചെലവഴിക്കരുത്, സമ്പത്ത് ചെലവഴിക്കരുത്, ശരീരം ചെലവഴിക്കരുത്, വികാര വിചാരങ്ങൾ ചെലവഴിച്ചേക്കരുത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഒരനാവശ്യമായ ശബ്ദം പോലും കേൾക്കാതെ മാറി നിന്ന നേതാവാണ് സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഇപ്പത്തെ കാലത്തുള്ള ആളുകൾ മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കാൻ പ്രയാസമാണ്. കാരണം നിങ്ങൾ ഓരോ വീട്ടിലും കയറി പരിശോധിച്ചു നോക്ക്. ഉറൂസ് കഴിഞ്ഞു പോയാലും വേറെന്ത് സംഗതി കഴിഞ്ഞു പോയാലും നിസ്കാരം കഴിഞ്ഞു പോയാലും മത്തഹിയ്യ തറാവീഹ് കഴിഞ്ഞു പോയാലും ഒക്കെ കിടക്കുമ്പോ രാവിലെ വരെ അവരെ കാതിലേക്ക് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിമായ മനുഷ്യൻ കേൾക്കൽ നിഷിദ്ധമായ ഹറാമായ ശബ്ദ സംഗീതങ്ങളുടെ ശബ്ദകോശങ്ങൾ കേട്ടിട്ടാണ് സഹോദരങ്ങളെ പലരും ഉറങ്ങുന്നത്. എങ്ങനെ ഈമാൻ കിട്ടി മരിക്കാനാണ്? അവരെ കാതിൽ കൊളത്തി വെച്ച ആ ചെറിയ ആ ശബ്ദസാഗരം ഒന്ന് പുറത്തേക്കൊന്ന് വലിച്ചൂരിയെടുത്താൽ ഒരു മുസ്ലിമിന് കേൾക്കാൻ പറ്റാത്ത നെറുകേടുകളാണ് അതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ ഒരു ശബ്ദവും കേൾക്കരുത്. മ്യൂസിക് കേൾക്കൽ ഹറാമാണ്. തത്തുല്യമായ ശബ്ദസാഗരങ്ങൾ കേൾക്കുന്നതൊക്കെ നിഷിദ്ധമാണ്. മുസ്ലിമിന് കേൾക്കാൻ പറ്റിയ ഒരു ശബ്ദമുണ്ടെങ്കിൽ ദഫിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ദഫ് മുട്ട് മുസ്ലിമിന് കേൾക്കൽ സുന്നത്താണ്, അതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടിട്ടുണ്ട്, കേൾക്കാൻ പ്രചോദനം നൽകിയിട്ടുണ്ട്. വേറെ കുറെ മുട്ടുകളുണ്ട്, അതിന്റെ മസലൊന്നും എനിക്കറിയില്ല, അതിലേക്ക് ചേർത്ത് വായിക്കുകയും വേണ്ട. ഉണ്ടാക്കി കൂട്ടുന്ന കുറെ മുട്ടുകളുണ്ട്, അതിന്റെ വർത്താനല്ല ഞാൻ പറഞ്ഞു. അതും മറ്റേതൊക്കെ കണക്കന്നെ. ദഫ് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വലിൽ കുട്ടികൾ മുട്ടുന്ന ദഫ് ഉണ്ടല്ലേ, ഇവിടെ ദഫ് മുട്ടല്ലേ, അതന്നെ ദഫ്. ദഫ്റാത്തീബ് ഉണ്ടാകുമല്ലോ ഇവിടൊക്കെ. ഉണ്ട്, ആ ദഫ്. അത് കേൾക്കൽ സുന്നത്തായ ശബ്ദം. എന്തെല്ലാമാണ് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ 4 റൂമുണ്ടെങ്കിൽ 4 റൂമിലും സിനിമയല്ലേ, 4 റൂമിലും മ്യൂസിക് അല്ലേ. എങ്ങനെ ബർക്കത്തുണ്ടാകാനാണ്? എങ്ങനെ വിജയിക്കാനാണ്? കേൾക്കാൻ പറ്റാത്ത ഒരു ശബ്ദം പോലും കേൾക്കാതെ മാറി നിൽക്കണം. കാണാൻ പറ്റാത്ത ഒരു രംഗം കാണാൻ കഴിയില്ലെങ്കിൽ മാറി നിൽക്കണം. മാറി നിൽക്കുന്നവനാണ് മുസ്ലിം മുഅ്മിൻ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങളെ അവഗണിക്കുന്നവൻ, അനാവശ്യ ശബ്ദകോശങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അനാവശ്യമായ ഏർപ്പാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു യാത്ര പോകുന്നത് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെറിയ കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞാൻ പോകുമ്പോ മുളവടി കൊണ്ട് തല്ലുന്നൊരു ശബ്ദം കേട്ടു. ബക്കറ്റ് വരുന്നുണ്ട്, വള്ളം കോരാനല്ല, നല്ല സംഭാവന ഇട്ട് കൊടുക്കാനാണ്. നല്ല സംഭാവന ഇട്ട് കൊടുക്കണം എല്ലാവരും. അതേ മുളവടി കൊണ്ട് കളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. നമ്മളെ നാട്ടിലാണെങ്കിൽ അതിന് പേരൊരു പക്ഷേ പറയും കോൽക്കളി എന്ന്. അങ്ങനെ ഒരു കളിയുടെ ശബ്ദം കേട്ടപ്പോ, മുളവടി കൊണ്ട് കളിക്കുന്ന ശബ്ദം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 2 വിരലും കാതിലേക്ക് വെച്ചിട്ട് കാതു പൊത്തിപ്പോയി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ കൂടെ നടക്കുമ്പോ ചോദിക്കുന്നു ഇബ്നു ഉമർ തങ്ങളോട്, ഹൽ സമീഅത ശൈആ, ഹൽ സമീഅത ശൈആ, വല്ലതും കേൾക്കുന്നുണ്ടോ, വല്ലതും കേൾക്കുന്നുണ്ടോ? കുറെ അങ്ങ് നടന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് 2 കാതിൽ നിന്നും കൈയെടുത്തത്. എന്താണ് നമുക്ക് പഠിപ്പിക്കുന്നത്? കേൾക്കാൻ പറ്റാത്തതിൽ നിന്ന് മാറി നിൽക്കണം. കേൾക്കാൻ പറ്റാത്തത് കാതുകൊണ്ട് കേട്ടേക്കരുത്. കാതും അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ചെയ്യേണ്ട നന്ദിയാണ് അതുകൊണ്ട് ചെയ്യേണ്ടത്. ആ നന്ദിയിൽപ്പെട്ട ഒന്നാണ് കേൾക്കാൻ പാടില്ലാത്തതിൽ നിന്ന് കാതിനെ സംരക്ഷിക്കുക. കോമഡി കേൾക്കുന്നതൊക്കെ ചിലർക്ക് നിത്യമായ ഒരു ഇബാദത്ത് പോലെയാണ്.
ഒരു ദിവസം ഒരു കോമഡി, 2 കോമഡി. സുബ്ഹാനല്ലാഹ്, ചിലരതിലും അപ്പുറമാണ്, സെക്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. നെറുകേടാണ്, അനാവശ്യമാണ്, ഹറാമാണ്. ഇതിലേക്കല്ലേ ചില ആളുകൾ പോകുന്നത്. എന്തെല്ലാമാണ് മനുഷ്യന്മാര് കേൾക്കുന്നത്, എന്തെല്ലാം കേൾക്കാനാണ് ആളുകൾ പലതും പറഞ്ഞ് കാശുണ്ടാക്കുന്നത്. നഊദു ബില്ലാഹ്, കേൾക്കൽ ഹറാമായത് ഹലാലല്ലാത്ത ഒന്നിലേക്കും കാതിനെ കൊണ്ടുപോകണ്ട. അപ്പുറത്ത് കിടക്കുന്ന ഉമ്മ അറിഞ്ഞില്ലെങ്കിലും ഇപ്പുറത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞില്ലെങ്കിലും എല്ലാം വെളിവാകുന്ന ഒരു സമയത്ത് നമ്മൾ കുടുങ്ങിപ്പോകുന്നൊരു രംഗം വരാനുണ്ട്. കാതിനെയും ശ്രദ്ധിക്കേണ്ടത്.